വലാ തുബദ്ദിറ തബ്ദീറാ, നീ ദുർത്തും ദുർവ്യവും നടത്തരുതേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്നതായ ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്, അവന്റെ ബന്ധുക്കളാണ്, അവന്റെ കുടുംബമാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. കല്യാണത്തിന്റെ പേരിൽ ആർഭാടങ്ങൾ കാണിക്കുന്നവരില്ലയോ, ആഭാസങ്ങൾ കാണിക്കുന്നവരില്ലയോ, ദൂർത്തും ദുർവ്യവും നടത്തിക്കൊണ്ട് സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കുന്നവരില്ലയോ. എത്ര സമ്പത്താണ്! അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹറാമായി ചെലവഴിക്കുന്നവർ 9 ചെമ്പ് ബിരിയാണി മതിയെങ്കിൽ 10 ചെമ്പ് വെക്കും. ഉദാഹരണം പറയാണ്, 10 ചെമ്പ് ബിരിയാണി വെച്ചേക്കും, 1 ചെമ്പ് എക്സ്ട്രാ കടക്കട്ടെ. എന്നിട്ട് മിച്ചം വരുന്നതോ, മിച്ചം വന്നു കഴിയുമ്പോഴത്തേക്കും യത്തീംഖാന എവിടെയെങ്കിലും അന്വേഷിക്കുക, യത്തീം പിള്ളേർക്ക് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ കഴിച്ചതിന്റെ എച്ചില് മിച്ചം കഴിക്കാനുള്ളവരാണോ അവർ? അവർക്ക് നേരത്തെ തന്നെ കല്യാണത്തിന്റെ ദിവസം അവർക്ക് കൂടി ഭക്ഷണത്തിൻ്റെതാകുന്ന കാര്യം സംഘാടകരെ ഓർമ്മപ്പെടുത്തിയിട്ട് കമ്മിറ്റി അറിയിച്ചിട്ട് അവർക്ക് നേരെ കൊണ്ടുവന്ന് നേരത്തെ കൊടുക്കണം. മിച്ചം വരുന്നത് യത്തീംഖാനയ്ക്ക്, അടുത്തുള്ള ദറസിലേക്ക്, മുത്തല്ലിങ്ങൾക്ക്. ഇതൊന്നും മുസ്ലിമിന് ചേർന്നതല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചിലരത് കൊണ്ടുവന്നിട്ട് ടൗണിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, വൈകിട്ട് 100 രൂപ കിറ്റിന് ബിരിയാണി വിൽക്കുകയാണ്. അങ്ങനത്തെ ജില്ലകൾ വരെ പരസ്യമായി നമ്മുടെ നാടുകളിലുണ്ട്, ചെയ്യുന്ന മഹല്ലുകളുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഈ ഉമ്മത്ത് കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര മതങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കല്യാണത്തിന്റെ പേരിൽ മാത്രമല്ല, എല്ലാത്തിന്റെ പേരിലും ദൂർത്തും ദുർവ്യവും നടത്തുന്നത് ഈ ഉമ്മത്ത് മാത്രമാണ്, ഈ സമുദായം മാത്രമാണ്. എന്നാൽ ഈ ഉമ്മത്തിന്റെ നേതാവ് പറഞ്ഞതോ, ഇന്ന അഅ്ളമൻ നിക്കാഹി ഐസറഹു മുഅ്നതൻ, ഏറ്റവും ചെലവ് കുറച്ചുകൊണ്ട് നടത്തുന്ന നിക്കാഹാണ് ഏറ്റവും ബറക്കത്തുള്ളതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബിതങ്ങൾ പറഞ്ഞതുപോലെ നടത്താൻ കഴിയുന്ന ആൺകുട്ടികളുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ആൺകുട്ടികളെയാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൻ പ്രകാരം എനിക്കെന്റെ മകളുടെ വിവാഹം നടത്തണം, എന്റെ വിവാഹം അങ്ങനെ ആയിരിക്കണം എന്ന് കരുതിക്കൊണ്ട് നിലകൊള്ളുന്ന ആൺകുട്ടികളുണ്ടോ? JCB കല്യാണങ്ങളാണ് ഇന്ന് മുൻപന്തിയിൽ. വരനെയും വധുവിനെയും JCBയിൽ ഇരുത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന ആനയിക്കുന്ന കല്യാണം. 10-30 ചെറുപ്പക്കാര് ബാൻഡ് മേളം ഒന്നിച്ചുകൊണ്ട് ചെണ്ടമേളത്തോടുകൂടി കൊണ്ടുവരുന്നതാകുന്ന ഒച്ചപ്പാടുണ്ടാക്കുന്ന കല്യാണം. പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ഒച്ചപ്പാടുണ്ടാക്കുന്ന കല്യാണം. ഇതാര് പഠിപ്പിച്ചതാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽപ്പെട്ടതാണോ? മുത്തനബിയുടെ ഉമ്മത്തിൽപ്പെട്ടതാകുന്ന നീ ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും മാത്രം മുസ്ലിമായാൽ പോരാ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം കൊണ്ട് നീ മുസ്ലിമാകണം, ആൺകുട്ടിയാവണം. അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞത് വലാ തുബദ്ദിറ തബ്ദീറ, ഇത്തരത്തിലുള്ള ദൂർത്തും ദുർവ്യവും നടത്തിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നവനാകരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ഇത്തരത്തിൽ ദൂർത്ത് നടത്തുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്, പിശാചിന്റെ സഹോദരങ്ങളാണ്. ശൈത്താനാണെന്ന് പച്ചക്ക് അല്ലാഹു പറയാൻ. ശൈത്താൻ അവനാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ അത് വരാൻ പാടില്ല. ചെറുപ്പക്കാരൊക്കെ അതിനെതിരെ ശക്തമായി നിലകൊള്ളണം. നിങ്ങൾ വിചാരിച്ചാൽ ഈ നാട് നന്നാകും. നിങ്ങളൊരു വിഭാഗം ശരിക്ക് ശ്രദ്ധിച്ചാൽ ഈ നാട് തീർച്ചയായും നന്മയിലേക്ക് വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. കിടപ്പറ കയ്യേറുകയാണ്, കല്യാണ ചെക്കൻ്റെയും പെണ്ണിന്റെയും കിടപ്പറ കയ്യേറുകയാണ്. കുറെ ചെറുപ്പക്കാർ കയറി അതിനകത്ത് കയറി കുത്തിയിട്ട് കഥ അടച്ചിരിക്കുക. രാത്രി 2 മണിയായിട്ടും റൂം തുറന്നു കൊടുക്കുന്നില്ല. കാരണം എന്താ? കഴിഞ്ഞ ആഴ്ച മറ്റൊരു ചെറുപ്പക്കാരന്റെ കല്യാണത്തിന് ഈ പുതിയാപ്പിള ഇതേപോലെ ചെയ്തതാണ്. അതിന് പകരം കൊടുക്കുകയാണ് ഇവര് പകരം കൊടുക്കുക. വലിയ ബാഗിനകത്ത് സാധനങ്ങൾ കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നു. പൊതിഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല. ഇവന് ഇടുന്ന പഴയ അണ്ടർവെയർ സാധനമാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. പൊതിഞ്ഞു വെച്ചിരിക്കുക. ഒരു 150 പൊതിഞ്ഞകത്ത് കാര്യമായിട്ട് കൊണ്ട് കൊടുത്തിരിക്കുക കല്യാണ സദസ്സിൽ. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് പറയും ഇതൊന്ന് തുറക്കാൻ പറയും. സവാള ഉരിയുന്നത് പോലെ ഇത് മുഴുവൻ ഇരുന്ന് തുറന്നു അവസാനം നോക്കുമ്പോഴത്തേക്കും വല്ലുപ്പിട്ട പഴയ അണ്ടർവെയറാണ് അതിനകത്ത് പൊതിഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ വലിയ സംഭവമായിട്ട് ഇതൊക്കെ വലിയ സംഭവമായിട്ട് എന്തോ ആത്മീയതയുടെ അങ്ങേ തലക്കലായിട്ട് ചില ആളുകൾ ചെയ്തു വെക്കുന്നതാകുന്ന കാര്യങ്ങളാണ്. എത്ര മോശത്തരമാണ് ഇതൊക്കെ. ഈ ഉമ്മത്തിനെ പറയിപ്പിക്കാൻ ഈ സമുദായത്തിന്റെ മക്കൾ ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇതിന് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ അദാബുണ്ടാകുക മുതിർന്ന ആളുകൾക്കാണ് കേട്ടോ. ശരിക്കും മനസ്സിലാക്കിക്കോണം. ഓരോ കുടുംബത്തിലുമുള്ള കുടുംബനാഥന്മാർ, പ്രായം ചെന്നതാകുന്ന ഉപ്പമാർ, ഉമ്മമാർ, ഇത്തരത്തിലുള്ള തിന്മകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവർ നാളെ ആഖിറത്തിൽ വലിയ ഹിസാബ് ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
നബി തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത് അദ്ദയൂസോ അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ, സ്വന്തം കുടുംബത്തിൽ തെറ്റുകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന, ഓച്ചാനിച്ചു നിൽക്കുന്നതാകുന്ന ഉപ്പമാർ, പ്രായം ചെന്നതാകുന്ന ഉമ്മമാർ, മക്കള് തെറ്റ് ചെയ്യുന്നുണ്ട്, മരുമക്കൾ തെറ്റ് ചെയ്യുന്നുണ്ട്, കൊച്ചുമക്കൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ആ തെറ്റുകൾക്ക് പരിപൂർണമായി വശംവദരായി നിലകൊള്ളുന്നതാകുന്ന രക്ഷിതാക്കളാണ് അള്ളാഹുവിന്റെ തിരുനോട്ടം കിട്ടാത്ത വിഭാഗമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 വിഭാഗം ആളുകൾക്ക് നാളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാവൂല. ഹബീബ് റസൂലുള്ളാഹി ശരിക്കും മനസ്സിലായിക്കോ. ഹദീസാണ് ഇതൊക്കെ, വെറുതെ പറയല്ലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സലാസത്തുൻ ലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം വലഹും അദാബുൻ അലീം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 3 വിഭാഗം ആളുകൾ നാളെ കത്തിച്ചൊലിക്കുന്ന നരകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, കത്തിയാളുന്ന നരകത്തെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല. റബ്ബിന്റെ കാരുണ്യത്തിന് തിരുനോട്ടം ഉണ്ടാവാത്ത വിഭാഗമാ. അള്ളാഹു അവരോട് മാന്യമായ സംസാരം നടത്തുകയേ ഇല്ല. വലാ യുസക്കീഹിം, അള്ളാഹു അവരെ പരിശുദ്ധിപ്പെടുത്തുകയും ഇല്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമാകുന്ന ശിക്ഷയാണ് അവർക്കുണ്ടാവുക സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, മൻഹും യാ ഹബീബല്ലാഹ്, ആരാണ് നബിയെ ആ ഹതഭാഗ്യരായ 3 കൂട്ടർ, ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം കിട്ടാതെ, റബ്ബ് കാരുണ്യത്തോടുകൂടി സംസാരിക്കാത്ത മോശപ്പെട്ടതാകുന്ന വിഭാഗം ആരാണ് റസൂലേ? ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ 3 വിഭാഗം ആളുകളെ എണ്ണുകയാ. പെരുമാതുറയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, പഠിച്ചു വെക്കുന്ന പാഠമാണ്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റബ്ബിന്റെ കാരുണ്യത്തിന് തിരുനോട്ടം കിട്ടാത്ത വിഭാഗം മുദ്മിനുൽ ഖംരി, കള്ള് കുടിക്കുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ കള്ള് കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ, ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലേ, യുവതികളില്ലയോ, ഏത് ആഘോഷങ്ങൾ കടന്നു വരട്ടെ, അന്യ സമുദായത്തിന്റെ ആഘോഷ പൊലിമകൾ പോലും സ്വന്തം ആഘോഷമായി കൊണ്ടു നടക്കുന്ന മുസ്ലിമീങ്ങളില്ലയോ? ഓണത്തിന്റെ ദിവസങ്ങളിലും ക്രിസ്മസിന്റെ ദിനങ്ങളിലും ന്യൂ ഇയറിന്റെ രാവുകളിലും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ദീപാവലിയുടെ ദിനത്തിലുമൊക്കെ നിലകൊള്ളുന്ന സമൂഹമില്ലയോ? കള്ള് കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുദ്മിനുൽ ഖംറാണ്, കള്ള് കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഏതെങ്കിലും മുഅ്മിനീങ്ങൾ അത്തരത്തിലുള്ള നീചവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ കാരുണ്യം അവർക്കുണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോകം മുഴുവനും വിറങ്ങലിക്കുന്ന സ്ഥലമല്ലേ മഹ്ശറ, കത്തിജ്വലിക്കുന്നതാകുന്ന നരകം, 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്നതായ വേളയല്ലേ, അവിടെ റബ്ബിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കൽ നിർബന്ധമല്ലേ, നിർബന്ധമല്ലേ? അവിടെയാണ് അള്ളാഹു തിരിഞ്ഞു നോക്കാത്തത്, അവിടെ വെച്ചാണ് അള്ളാഹു കാരുണ്യത്തിന്റെ സംസാരം നമ്മളോട് നടത്താത്തത്. ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നാലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കള്ളു കുടിക്കാത്ത ആൺകുട്ടികളെയാണ് അള്ളാഹുവിന്റെ ദീനിന് ആവശ്യം, ലഹരി നുണയാത്ത ചെറുപ്പക്കാർ. ഇന്നത്തെ തലമുറയിൽ സഹോദരിമാരടക്കം ലഹരി നുണയുന്നവരായി മാറി. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
കണ്ടില്ലേ, പരസ്യമായി ബീവറേജുകളിലേക്കും പരസ്യമായി കള്ളുഷാപ്പിലേക്കുമൊക്കെ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് കയറി ചെന്ന് കള്ള് വാങ്ങിക്കൊണ്ട് തലമുടി കഴുകിയിട്ട് റീൽസ് കാണിച്ചിട്ട് സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്ന സഹോദരിമാർ, ആളുകളുടെ കൈയടി ഇതിലൂടെ വാങ്ങാൻ വേണ്ടി കള്ള് വാങ്ങിച്ചിട്ട് മോന്തുന്നതാകുന്ന സഹോദരിമാർ പരസ്യമായിട്ട് കാണിക്കാൻ. തിരുവനന്തപുരത്തേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ബംഗളൂരുവിലേക്കും ഒക്കെ മക്കൾക്ക് വിദൂര വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പറഞ്ഞുവിടുന്ന പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കൾ അറിയൻ, മക്കളവിടെ അടിച്ച് പൊളിക്കുകയാണ്, രസിക്കുകയാണ്, രമിക്കുകയാണ്. വാപ്പ കൊടുത്ത സമ്പാദ്യം മുഴുവനും ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന തലമുറകളായി പുതിയ തലമുറകൾ മാറ്റപ്പെടുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ലഹരിയുടെ വക്താക്കളായി മാറുന്നു. MDMA-യും LSD-യും ഒക്കെ ഉപയോഗിക്കാത്ത തലമുറയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ 16 മണിക്കൂറോളം തൻ്റെ ശരീരത്തെ ആനന്ദത്തിലേക്ക് ലഹരിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന MDMA ഒരു സ്റ്റാമ്പ് രൂപത്തിൽ കിട്ടുന്ന ആ സാധനം നാക്കിനടിയിലേക്ക് വെച്ച് ദിവസങ്ങളോളം അതിൻ്റെ രസാനുഭൂതിയിൽ കഴിഞ്ഞുകൂടുന്ന തലമുറകൾ ഇന്നത്തെ മക്കൾക്ക് അന്യമല്ല. അതൊന്നും അറിയാത്ത തലമുറയല്ല ചെറുപ്പക്കാരായ സഹോദരങ്ങൾ. 6ാം ക്ലാസ് മുതൽക്ക് തുടങ്ങുന്നതാകുന്ന ഇത്തരത്തിലുള്ള അശ്ലീലതകൾ 16, 20, 25 വയസ്സെത്തിയിട്ട് പോലും അത് നിർത്താതെ അതിൻ്റെ കാരിയറായി അത് മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതാകുന്ന ആളുകളായി, കച്ചവടക്കാരായി പുതിയ തലമുറയിലെ മക്കൾ മാറുകയാണ്. എങ്ങനെയെങ്കിലും ചില്ലറ എവിടെന്നെങ്കിലും അത് ഹറാമാകട്ടെ ഏത് തരത്തിൽ കൂടിയാണെങ്കിലും കൈവശപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന പുതിയ യുവാക്കൾ, അത്തരത്തിൽ തന്നെ കഴിയുന്ന സഹോദരിമാർ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ട് കളയുന്നതാകുന്ന പ്രവണതയാണ് ലഹരിയുടെ ഉപയോഗം. കുടിക്കുമ്പോൾ സമയത്ത് തന്നെ അവന്റെ തലവഴി ഈമാൻ പോകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മൻ ശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസുഹു മിൻ റഅസിഹി ശഫീഉന റസൂലുള്ളാഹി. ഇട്ടിരിക്കുന്നതാകുന്ന നീളക്കുപ്പായം തലവഴി ഊരിക്കാണിച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഹാക്കഥ ഹാക്കഥ, ഇപ്രകാരം ഇതേപോലെ തലവഴി ഈമാൻ ഊരപ്പെട്ടു പോകും കള്ളു കുടിക്കുന്നവൻ്റെത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ലഹരി നുണയുന്നവൻ്റേത്. നമ്മുടെ മക്കൾ ഏറ്റവും നീചവൃത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിക്കോ. നിങ്ങളെ പിഴപ്പിക്കാൻ ആളുകളുണ്ടാകും, നന്മയിലേക്ക് കൊണ്ടുവരാൻ ഒരാളും ഉണ്ടാവൂല. പള്ളിയിലേക്ക് കൊണ്ടുവരാൻ, ദീനി നസീഹത്തുകൾ കേൾക്കാൻ, ഖുർആൻ കേൾക്കുന്ന ഒരു മജ്‌ലിസിലേക്ക് കൊണ്ടെത്തിക്കാൻ, ഒരു ദിക്റിന്റെ സദസ്സ് ഇവിടെ നടക്കുന്നു, സലാത്തിന്റെ മജ്‌ലിസ് ഇവിടെയുണ്ട്, എല്ലാ വെള്ളിയാഴ്ച രാവും പവിത്രമാക്കപ്പെട്ടതാകുന്ന ദിക്ർ ഹൽക്ക നമ്മുടെ പള്ളിയിൽ നടക്കാൻ 22 കൊല്ലമായിട്ട് അതിൻ്റെ മനോഹരമാകുന്ന മുഹൂർത്തങ്ങൾ നടക്കുന്നു. എത്ര പേർ അതിൽ ഭാഗവാക്കാകുന്നു, എത്ര ആൺകുട്ടികൾ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ രാവിലെ നടക്കുന്ന ദിക്റിനെയോ മഹത്വത്തെയോ ഒന്നും നമ്മൾ മഹത്വവൽക്കരിക്കുന്നില്ല. അതൊക്കെ നിസാരവൽക്കരിക്കാൻ. അത് തുടങ്ങി വെച്ചതാകുന്ന മഹത്തുക്കൾ, മഹാന്മാർ, അള്ളാഹുരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവർ കൊളുത്തി വെച്ച ആത്മീയമാകുന്ന വീര്യം അത് കെടാതെ പരിപൂർണമായി സംരക്ഷിച്ചു പോകുന്ന എത്ര ആൺകുട്ടികളുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുകയല്ലേ? നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ അള്ളാഹു നമുക്ക് നാവ് നൽകിയത്. ആ നാവിലേക്ക് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറക്കുന്നവരായി നമ്മൾ മാറി. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അള്ളാഹു ചോദിക്കാൻ, അവർക്ക് 2 മനോഹരമാകുന്ന നയനങ്ങൾ, കണ്ണ് നാം കൊടുത്തില്ലേ? വലിസാനൻ, ഒരു നാവിനെയും നാം കൊടുത്തില്ലേ? വശഫതൈനി, 2 ചുണ്ടുകളും നാം നൽകിയില്ലേ? അള്ളാഹ് ചോദിക്കാൻ. ശരിക്കും മനസ്സിലാക്കണം. 2 കണ്ണ് പറഞ്ഞു, നാവ് പറഞ്ഞു, ചുണ്ട് പറഞ്ഞു. നാവ് പറഞ്ഞപ്പോഴും ചുണ്ട് പറഞ്ഞപ്പോഴും അതിൻ്റെ ഇടയിലുള്ളത് മറന്നുപോയി എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഏതാ ഇടയിലുള്ളത്? നാവിൻ്റെയും ചുണ്ടിൻ്റെ ഇടയിൽ ഏതാ ഉള്ളത്? ഈർക്കിലിയോ? എന്താ ഉള്ളത്? പല്ല്. നിങ്ങളെന്താ ചിന്തിക്കാ? ഇവിടെ ഒന്നും ഇല്ലേ? ഹാലില്ലേ? ഇവിടെ പല്ലില്ലേ? നാവിന്റെയും ചുണ്ടിന്റെ ഇടയിലാകേതാ ഉള്ളത് നമുക്ക് മറയായിട്ടുള്ളത്? പല്ലാണ്. പല്ല് പറഞ്ഞ കാരണം തിന്നലല്ല ഈ ദുന്യാവിൽ ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? നാവ് കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലലാണ്. ഈ ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് ഏകനാകുന്ന റബ്ബിലേക്ക് മടങ്ങലാണ്. അതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, അലം നജഅൽ ലഹു ഐനൈൻ, 2 കണ്ണുകൾ കൊണ്ട് കാണേണ്ടതാകുന്ന അള്ളാഹുവിൻ്റെ മഹത്വമാകുന്ന ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ട് അവന്റെ ഹൃദയം ചലിപ്പിച്ചും ചുണ്ട് ചലിപ്പിച്ചും അവന്റെ നാവ് കൊണ്ടുമൊക്കെ ദിക്ർ ചെല്ലാത്തത് എന്തുകൊണ്ട്?
അള്ളാഹു ചോദിക്കാണ്. ഈ നാവ് അത്രമേൽ പ്രധാനമാണെന്നർത്ഥം. നാവ് നന്നായാൽ എല്ലാം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ. ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരുന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, മൻ യൽമല്ലി മാ ബൈന ലിഹയൈഹി വമാ ബൈന ഫഖദൈഹി അൽമൻ ലഹുൽ ജന്ന. രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയല്ലുകൾക്കിടയിലുള്ള ലൈംഗികമാകുന്ന ജനനേന്ദ്രിയത്തെയും സൂക്ഷിക്കാം, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും ജാമ്യം നിന്നാൽ അൽമൻ ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആൺകുട്ടികളുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം. ആൺകുട്ടികളുണ്ടോ? താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെ സൂക്ഷിക്കാൻ ഹറാമിനെ തൊട്ട്. ആൺകുട്ടികളുണ്ടോ? തുടയല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാൻ. നിനക്ക് ഹലാലാക്കിയ സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ആർക്ക് കഴിയും? ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ ഈ വെല്ലുവിളി 1400 വർഷം മുമ്പ് നടത്തിയതാണ്. ഏറ്റെടുക്കാൻ കഴിവുള്ള ആൺകുട്ടികൾ പെരുമാതുറയിലുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ആരുണ്ട്? നാവ് ശ്രദ്ധിക്കാൻ എത്ര പേരുണ്ട്? ലൈംഗിക അവയവത്തെ ശ്രദ്ധിക്കാൻ എത്ര പേരുണ്ട്? ഖുർആൻ ഓതാൻ കഴിയുന്ന എത്ര മോമിനീങ്ങളുണ്ട്? ദിക്ർ ചൊല്ലാൻ കഴിയുന്ന എത്ര സാലിഹീങ്ങളുണ്ട്? അള്ളാഹുവിനെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നതാകുന്ന മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ, മുഖ്ലിസീങ്ങൾ, അവന്റെ ത്വാഅത്തിനായി കഴിഞ്ഞുകൂടുന്ന സഹോദരിമാർ എത്ര പേരുണ്ട്? ആൺകുട്ടികളില്ല. ആൺകുട്ടികൾ നഷ്ടപ്പെട്ടു പോയി. മുമ്പുണ്ടായിരുന്നു നല്ല ആൺകുട്ടികൾ, ചുണയുള്ള സാലിഹീങ്ങൾ. അള്ളാഹു നമ്മളെ അവരിലേക്ക് ചേർക്കുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാഹ് മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ ذلكم خير لكم إن كنتم تعلمون. വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴക്കപ്പെട്ടാൽ കച്ചവടം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് ധൃതി കാണിക്കണേ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ധൃതി കാണിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ذلكم خير لكم إن كنتم تعلمون. നിങ്ങൾക്ക് ഏറ്റവും കരണീയമായത്, ഏറ്റവും ഉദാത്തമായത് ആ ഒരു പ്രവണതയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് ജുമുഅയെ ശ്രദ്ധിച്ചുകൊണ്ട് പോകലാണ് ഏറ്റവും കരണീയം. പരിശുദ്ധമായ ഖുർആൻ. പള്ളിയിൽ വന്നാലോ ദിക്റില്ല, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണം. നമ്മുടെ നാവ് കൊണ്ട് അതാണ് ചെയ്യേണ്ടത്, കള്ളു കുടിക്കലല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു മറ്റു വിഷയം, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. കള്ളും കഞ്ചാവും ഒക്കെ പറയാൻ തുടങ്ങിയ ആയത്തും ഹദീസും ഇഷ്ടം പോലെ ഓതേണ്ടി വരും. എന്തായാലും നമ്മുടെ നാവിനെ ശ്രദ്ധിക്കൻ, അശ്ലീലതയിലേക്ക് കൊണ്ടുപോകാതിരിക്കൻ. നാളെ മഹ്ശറയിൽ അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത വിഭാഗം 3 വിഭാഗമാണ്. അതിലൊന്നാണ് ലഹരി നുണയുന്നവൻ. മനസ്സിലായിക്കോ. ഈ ദുനിയാവിൽ സിഗരറ്റും വലിച്ച് ദുനിയാവിൽ നടന്ന് കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ആഖിറത്തിലേക്ക് വരാൻ നിൽക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുക അവരെയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് തൗബ ചെയ്തോളി. ഇത്രയും കാലം ഞാൻ ചെയ്തു ഉസ്താദേ, ഞാൻ ലഹരി നുണഞ്ഞിട്ടുണ്ട്, ഞാൻ കള്ളു കുടിച്ചു പോയിട്ടുണ്ട്, എൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളതാകുന്ന തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. തൗബ ചെയ്യാലോ. അസ്അലുല്ലാഹൽ അലീം, അള്ളാഹുവിനോട് ചോദിക്കുവാൻ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അളീം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അളീം വഅതൂബു ഇലൈഹി. ഉന്നതനാകുന്ന പടച്ചറബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. എല്ലാ വലിയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അളീം വഅതൂബു ഇലൈഹി. ചൊല്ലിക്കൊണ്ടിരിക്കുക, തന്നെ തൗബ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയൊരു തെറ്റുകുളിക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വലിയ തെറ്റുകാരനാണ്. ഇന്നി മിഖ്റാഫു ദുനൂബി യാ റസൂലല്ലാഹ്,
പാപങ്ങൾ ധാരാളം ചെയ്യുന്ന മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുബ് ഇലല്ലാഹി തൗബതൻ നസൂഹ, അല്ലാഹുവിലേക്ക് നീ വേണ്ട രീതിക്ക് തൗബ ചെയ്യ്. അദ്ദേഹം പറഞ്ഞു, ഫഅഊദു, ഞാൻ തെറ്റുവിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നുണ്ട്, തൗബ ചെയ്താലും വീണ്ടും ഞാൻ ആ തെറ്റ് ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, തുബ് ഇലല്ലാഹി തൗബതൻ നസൂഹ, നീ അല്ലാഹുവിലേക്ക് തൗബ പുതുക്കിക്കൊണ്ട് നിലകൊള്ളണേ. നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ അതുകൊണ്ടാണല്ലോ തൗബ ചെയ്യാൻ മടിക്കുന്നതന്നെ. പലരും പറയും, ഓ ഇത് ഉസ്താദേ എപ്പോഴും ഉണ്ട്, എല്ലാ ദിവസവും കള്ളുകൂടി. എടാ, കള്ളു കുടിച്ചിട്ട് ഇനി ഒരിക്കലും ഞാനിത് ചെയ്യൂല എന്നുള്ളൊരു ദൃഢനിശ്ചയം മനസ്സിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഒഴിവായി നിലകൊണ്ട് കണ്ട് തന്നെ തൗബ ചെയ്യും. പിന്നെ നീ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയാലും വീണ്ടും നീ തൗബയെ പുതുക്കിക്കൊണ്ടുവരണം. അതാണ് റമദാനിലൊക്കെ നമ്മൾ 25-ാം രാവിനൊക്കെ കയറി ഇരുന്നിട്ട് തൗബ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 25-ാം രാവിന് മാത്രം പോരാ, തെറ്റ് ചെയ്താൽ ഉടനെ തൗബ. അതാണ് മുസ്ലിമിന്റെ മനുഷ്യനാണ് സ്വാഭാവികമായി സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റിലേക്ക് പോകും. കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്, തെറ്റ് ചെയ്യാത്തവർ കുറവാണ്. അമ്പിയാക്കൾ ഒഴികെ, അമ്പിയാക്കൾ മഅ്സൂമികളാണ്, ഒരു തെറ്റും ചെയ്യാത്ത പാപസുരക്ഷിതരായ വാഹകരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം തെറ്റ് ചെയ്ത ആളുകൾ അല്ലാഹുവിലേക്ക് തെറ്റ് ഏറ്റുപറയലാണ്. അത് റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കുറച്ചോ ഞാൻ തെറ്റ് ചെയ്തു പോയി, നീ പൊറുക്കണേ എന്ന് പടച്ച റബ്ബിനോട് ഖേദിച്ച് പറയലാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം. അത് പറയാതെ അഹന്ത വെച്ചുകൊണ്ട് നടന്നാൽ റബ്ബിന്റെ ശിക്ഷ കഠിനമാകും. നമുക്കൊരു സ്വഹാബിയാണ് പറയുന്നത്, നബിയെ ഇന്നി മഖറാഫു ദുനൂബി യാ റസൂലല്ലാഹ്, ഞാൻ തെറ്റുകൾ അധികരിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, നീ തൗബ ചെയ്യണേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്യും വീണ്ടും. നബി തങ്ങൾ പറഞ്ഞു, നീ വീണ്ടും തൗബ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും തെറ്റിലേക്ക് മടങ്ങിപ്പോകും. നബി തങ്ങൾ പറഞ്ഞു, ഹത്താ ഹുവ ശൈത്താനു ഹത്താ ഹുവ ശൈത്താനു ഹുവൽ മഹ്സൂർ, പിശാച് ബന്ധനസ്ഥനാകുന്നത് വരെ നീ തൗബ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നിന്നെ തൊട്ട് ആശ മുറിയും പിശാച്. തൗബ എന്ന് പറയുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. നീ തൗബ പുതുക്കി 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 അള്ളാഹുവിന്റെ അടുക്കൽ നീ സ്വീകാര്യനായി തീരും. അതുകൊണ്ട് തൗബ വിടാതെ മുറുകെ പിടിച്ചോ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൗബ ഒരു കളിതമാശയാക്കാനല്ല. തൗബയുടെ നിബന്ധനകളുണ്ട്, 4 നിബന്ധനകൾ. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ തൊട്ട് ഖേദമുണ്ടാവണം, ഒന്നാമത്തെ നിബന്ധന അതാണ്. രണ്ടാമത്തത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റ് ഒഴിവാക്കണം. കള്ളുകൂടിയാണെങ്കിൽ കള്ളുകൂടി ഒഴിവാക്കണം. 3, ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിന്റെ മനസ്സിലുണ്ടാവണം. തൗബയുടെ നിബന്ധനകൾ എത്രണ്ണം? 4 എണ്ണം. 1, ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ഖേദം, ദുഃഖമുണ്ടാകണം. അത്തൗബത്തു അന്നദം. രണ്ടാമത്തത് ആ തെറ്റ് പൂർണ്ണമായി ഒഴിവാക്കണം. 3-മത്തത് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം വേണം മനസ്സിൽ. 4, സൃഷ്ടികളുമായിട്ടുള്ള കടമയും കടപ്പാടുമാണെങ്കിൽ, ആർക്കെങ്കിലും പൈസ കൊടുക്കാനുള്ളതാണെങ്കിൽ അത് പോയി കൊടുക്കണം. ആരെങ്കിലും 10 പേരുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പള്ളിക്കകത്ത് കയറി നിന്നിട്ട് പടച്ചവനെ പുറത്തു വരണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെ കണ്ട് പോയി പൊരുത്തപ്പെടിക്കണം. അന്നങ്ങനെ സംഭവിച്ചു പോയി, പൊരുത്തപ്പെടണമെന്ന് പറയണം, ആ വ്യക്തി പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഇതാണ് തൗബയുടെ നിബന്ധന. 4 നിബന്ധനകളാണ്. ഇത് മേളിച്ചാൽ, ഇത് പരിപൂർണമായി സമ്മേളിച്ചാൽ നിന്റെ തൗബ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉത്ലുബ മതാബൻ ബിന്നദാമതി മുഖലിആ വബിഅസ്മി തർകി الذنബി ഫീമാ ഇസ്തഖബലാ وبراءة من كل حق الآدمي فلهذه الأركان فرعا وكملا. ഈ 4 നിബന്ധനകൾ മേളിച്ചിട്ടുള്ള തൗബ ചെയ്യുന്നവന് അള്ളാഹു പാപം ഓർക്കും. അതാണ് തൗബത്തൻ നസൂഹ എന്ന് ഖുർആൻ പറഞ്ഞത്. ഈ രീതിയിൽ തൗബ ചെയ്യുന്നതാകുന്ന ആൺകുട്ടികൾ ആരുണ്ട്? അഥവാ നല്ല ഖേദത്തോടുകൂടി നിലകൊള്ളണം. അള്ളാഹുവെ, കള്ളു കുടിച്ചു പോയി, വ്യഭിചരിച്ചു പോയി, സിനിമ കണ്ടുപോയി, സീരിയൽ ദർശിച്ചു പോയി, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം മനസ്സിൽ. ആ തെറ്റിൽ ഞാൻ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് വേണം തൗബ ചെയ്യാൻ. 3-മത്തത് അതാണ്. 4, സൃഷ്ടികളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് വേണം റബ്ബിലേക്ക് കൈകൾ ഉയർത്താൻ. ഉറപ്പായും അള്ളാഹു പാപം പുറത്തു തരും. അള്ളാഹു കരുണാമയനാണ്, കരുണാവാരിധിയാണ്.
ലാ തൈഅസു മിൻ റൗഹില്ലാ ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് ആശ മുറിയരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഞാൻ അത്രയേറെ തെറ്റ് ചെയ്തവനാണ്, എൻ്റെ പാപ അള്ളാഹു പുറത്തൂരില്ല എന്ന് ആരും കരുതണ്ട. അള്ളാഹു എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്യുന്നവനാണ്. തൗബ ചെയ്യാൻ തയ്യാറാകണം. തൗബയെ തൊട്ട് പിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, നിനക്ക് വലിയ നാശം വരാനുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തൗബയെ തൊട്ട് പിന്തുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, നിനക്ക് വലിയ നാശം വരാനുണ്ട്. നിന്റെ ജീവിതത്തിൽ വലിയ വിപത്ത് വരാനുണ്ട്. എന്തോ വലിയ ഇടങ്ങേറുകൾ നിന്റെ ജീവിതത്തിൽ വരാനുണ്ട്. അതുകൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ എണ്ണി എണ്ണി അള്ളാഹുവിലേക്ക് പറന്നുകൊണ്ട് പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ കാനത് നുക്തതൻ സൗദാ. ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ അതവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായി അവശേഷിക്കുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരു തെറ്റ് ചെയ്താൽ ഹൃദയത്തിൽ ഒരു പുള്ളി, അടുത്ത തെറ്റ് ചെയ്യുമ്പോൾ അടുത്തത്. എത്ര തെറ്റാ ഇപ്പൊ ചെയ്തത്? കോടാനുകൂടി തെറ്റുകൾ ചെയ്തിട്ട് ഹൃദയം മുഴുവനും കറുത്ത് കരിക്കട്ടയായി മാറിയിട്ടുണ്ട്. ഇനി അത് തെളിച്ചെടുക്കണം. അതിന് രണ്ട് കാര്യങ്ങൾ കൊണ്ടേ സാധിക്കൂ. ഒന്ന്, അവനവൻ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത ഉണ്ടാവണം, ദിക്റുൽ മൗത്ത്. രണ്ടാമത്തത് ഖുർആനിന്റെ പാരായണം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്, നമ്മൾ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത, നാം ഓരോരുത്തരും നമ്മൾ മരിക്കുമെന്നുള്ള ചിന്ത വരണം. രണ്ടാമത്തത് ഖുർആനിന്റെ പാരായണമാണ്. അള്ളാഹു നമുക്ക് പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിലുള്ള എത്രയോ സഹോദരങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ എത്ര ഖത്മ് തീർത്തവരാണ്? ജീവിതത്തിൽ ഇന്ന് വരെ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതിത്തീർക്കാത്ത ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു വട്ടം പോലും ഓതിയിട്ടില്ല. ഓതാൻ അറിയാത്ത ആളൊന്നുമല്ല, ഖുർആൻ നല്ല വൃത്തിക്ക് ഓതാനൊക്കെ അറിയാം. പക്ഷെ ഇന്ന് വരെ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഖുർആൻ ഓതിയിട്ടില്ല. ഇനി ഓതാൻ അറിയാത്തവൻ തന്നെ വിക്കി വിക്കി ഓതുന്നവനാണെങ്കിൽ അവനും കൂലിയുണ്ടല്ലോ. വല്ലദീ യതകഅഉ ലഹു അജ്റാൻ. വിക്കി വിക്കി പ്രയാസപ്പെട്ട് ഓതുന്നവന് അവന് 2 പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര പേർ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ടുള്ള മോമിനിയങ്ങൾ എത്ര ദിവസമായി ഈ മജ്ലിസിലുണ്ട്? ഖുർആൻ എടുത്തിട്ടേ ഇല്ല. എന്നാൽ മൊബൈൽ ഫോൺ എടുക്കാത്ത സമയങ്ങളില്ല, എപ്പോഴും എടുക്കാൻ. ഉറക്കത്തിൽ നിന്ന് ആദ്യം എഴുന്നേറ്റാൽ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ എവിടെയും തപ്പി നോക്കാൻ, വേഗം തന്നെ വാട്സാപ്പ് എടുത്ത് നോക്കാൻ, നെറ്റ് ഓൺ ചെയ്തിട്ട്. നെറ്റ് അന്നത്തെ ദിവസം ഇല്ലെങ്കിൽ അവൻ്റെ ദിവസം അന്നത്തെ ദിവസം ഭയങ്കര ഓഫാണ്. അവൻ്റെ മുഖത്തത് പ്രകടമാണ്. എല്ലാ ദിവസവും 2 GB നെറ്റ് കറക്റ്റായിട്ട് തീർത്തില്ലെങ്കിൽ അപ്പോഴും ഉണ്ടാകുന്നൊരു മാനസിക വിഷമം ചെറുപ്പക്കാർക്ക്. അംബാനി മാമൻ തന്നത് പടച്ചവനെ അത് വെറുതെ ആയി പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിരാശ പൊള്ളുന്നതാകുന്ന ചെറുപ്പക്കാർ. ഒരു സിനിമയെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, അത് പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കുന്ന ആളുകൾ. എന്ന് പറഞ്ഞാൽ ദുന്യാവിൻ്റെ പിറകെയാണ് നമ്മുടെയൊക്കെ ഓട്ടം. ആഖിറൊന്നും ആർക്കും താല്പര്യമില്ലാതായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കി പറയുന്നു. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കത്തിച്ചുരിക്കുന്നതാകുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്തതാകുന്ന 3 വിഭാഗത്തിൽ ഒന്നാണ് ലഹരി നുണയുന്നവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 2, ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ. തീർച്ചയായിട്ടും അവൻ അള്ളാഹുവിന്റെ ദർബാറിൽ വിറങ്ങലിക്കുക തന്നെ ചെയ്യും. മഹ്ശറിലെ ഏറ്റവും വലിയ അദാബാണ് അവർക്ക്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാവുകയില്ല. ചെറുപ്പക്കാർ മനസ്സിലാക്കി വെച്ചോ. പുതിയ തലമുറയിൽ കണ്ണീര് കുടിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും പളിച്ചു പറയാറുണ്ട്. സാധേ, എന്റെ മകൻ എന്നെ നോക്കുന്നില്ല, എന്റെ സങ്കടങ്ങൾ കേൾക്കുന്നില്ല, എന്നെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിട്ടു, ഭക്ഷണം തരുന്നതിന് തന്നെ കണക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം രക്ഷിതാക്കൾ ഓർത്തു വെച്ചോ, മക്കളുടെ കൈവശത്ത് നിന്ന് ഒരു നാണയത്തൊട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് എത്തിയാൽ മക്കൾ നിങ്ങളോട് കണക്ക് പറയുക തന്നെ ചെയ്യും. 30-40 വയസ്സ് വരെ മക്കളെ തീറ്റിപ്പോറ്റി വളർത്തിയതാകുന്ന രക്ഷിതാക്കൾ ഇന്ന് വരെ ഒരു കണക്കും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ മക്കളുടെ കൈവശത്ത് നിന്ന് വാപ്പയോ ഉമ്മയോ ഒരു നേരത്തെ ആഹാരം കഴിക്കേണ്ടി വന്നാൽ അവർ കണക്ക് പറച്ചിലിന്റെ പുസ്തകം തുടങ്ങുകയാണ്, എഴുതുകയാണ്. ഓരോന്ന് പറയും,
3000 രൂപയുടെ ഗുളിക നാൾ വാങ്ങിച്ചില്ലേ, 2000 രൂപ അങ്ങ് തന്നില്ലേ, 4000 രൂപ അങ്ങ് തന്നില്ലേ എന്ന് പറഞ്ഞ് ഉമ്മയെയും വാപ്പയും കഷ്ടപ്പെടുത്തും. നബിതങ്ങൾ പറഞ്ഞു, ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, ഒരു നോട്ടം കൊണ്ടെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നവൻ. വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന ഒരു വാക്ക് പോലും നീ വാപ്പയോടും ഉമ്മയോടും പറയരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു, ഉമ്മയും വാപ്പയും ദിവസങ്ങളായി സുഖമില്ലാതെ കട്ടിൽ മേൽ കിടക്കുകയാണ്, ദിവസങ്ങളായി കിടക്കുന്നു. പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കൾ, മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടുന്നതാകുന്ന രക്ഷിതാക്കൾ, അവരുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം ദിവസങ്ങളായി പുറത്തേക്ക് വന്നിട്ട് അവസാനം അതിനുള്ള മരുന്ന് കൊടുത്ത് അത് പുറത്തെത്തി. അങ്ങനെ പുറത്ത് കട്ടിലിൽ കിടക്കുന്നതാകുന്ന ആ മാലിന്യം, ദിവസങ്ങളായി കിടക്കുന്നതാകുന്ന കെട്ടിക്കിടക്കുന്ന മാലിന്യം പൃഷ്ഠഭാഗത്തിലൂടെ പുറത്തേക്ക് വന്നപ്പോ ഇടത് കൈയിൽ ഒരു പഴയ തുണി ചുരുട്ടിയിട്ട് നീ വന്നിട്ടൊരു അതിലേക്കൊരു തുണിയിലെ ചുറ്റിക്കൊണ്ട് പരിപൂർണമായി ഇടത് കൈ കൊണ്ട് ഇങ്ങോട്ട് വടിച്ചെടുക്കുമ്പോ ഉമ്മയുടെയും ഉപ്പയുടെയും പൃഷ്ഠത്തിലൂടെ പുറത്തേക്ക് വന്ന ആ ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന്റെ ദുർഗന്ധം കാരണമായി നിന്റെ മുഖമെങ്ങാണം നീ ഒന്ന് ചുളിച്ചു പോയാൽ, മുഖത്തൊന്നൊരു ചെറിയൊരു വാട്ടം വന്നാൽ, നീ ഛേ എന്ന വാക്കിനേക്കാൾ വലിയ പാതകമാണ്, തെറ്റാണ് ചെയ്തത് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. അത്രയേറെ കടമയും കടപ്പാടും ലോകത്തൊരു മനുഷ്യനോടില്ല. മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും അത്രമേൽ വലുതാണ്. ആ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അവരെ പ്രയാസപ്പെടുത്തിയവർക്ക് വല്ലാഹി സുമ്മ വല്ലാഹി ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും. മനസ്സിലാക്കിക്കോ, ദുന്യാവിലും ഉണ്ടാകും, ആഖിറത്തിലും ഉണ്ടാകും. അതാണ് ആഖുൽ വാലിദൈൻ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവന് നാളെ റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവൂല.